ചില ജീവിതങ്ങൾ അങ്ങനെയാണ്. പതറി നിൽക്കുന്ന കാറ്റിലുയരുന്ന വെറും ഇലകളല്ല, കൊടുങ്കാറ്റിൽ നെഞ്ചി വിരിച്ചു നിൽക്കുന്ന വൻമരങ്ങളല്ല. കേരളത്തിന്റെ ചരിത്രം തിരുത്തിക്കുറിച്ച കലാലയമുറ്റത്ത് യൂണിവേഴ്സിറ്റി കോളേജിന്റെ ചുവന്ന ചുവരുകൾക്ക് സാക്ഷിയായി ഒരു വിദ്യാർത്ഥി യുവത്വം അഗ്നിജ്വാലയായി പടർന്നു കയറി. ആ പോരാട്ടത്തിന്റെ, ആ ദൃഢനിശ്ചയത്തിന്റെ പേരാണ് അജിൻ. അദ്ദേഹത്തിന്റെ യുവത്വം കേവലം സ്വപ്നങ്ങൾ നെയ്തതല്ല, മറിച്ച് വിപ്ലവത്തിന്റെ ഗീതങ്ങൾ രചിക്കുകയായിരുന്നു. SFIയുടെ സമരസാഗരത്തിൽ ഈ കൈകൾ ഉയർത്തിയത് വെറും മുദ്രാവാക്യങ്ങളായിരുന്നില്ല, നീതിക്ക് വേണ്ടിയുള്ള ഒരു തലമുറയുടെ തീവ്രമായ സ്വപ്നങ്ങളായിരുന്നു. ഞാനും അജിനും യൂണിവേഴ്സിറ്റി കോളേജിനകത്ത് ഒരുമിച്ച് വിദ്യാർത്ഥികളായി, വിദ്യാർത്ഥി നേതാവായി മാറുകയാണ് ചെയ്തത്. അജിനുമായിട്ട് വളരെ അടുത്ത ബന്ധം ഞങ്ങൾക്കുണ്ടായിരുന്നു. ഞങ്ങള് പഠിക്കുന്ന സമയത്താണ് പെട്ടെന്ന് ഒരു ദിവസം, അന്ന് കെ കരുണാകരൻ മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ യൂണിവേഴ്സിറ്റി കോളേജിൽ അവിടെ നിന്ന് മാറ്റി കാര്യവട്ടത്തേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള തീരുമാനം. യൂണിവേഴ്സിറ്റി കോളേജ് പൂർണ്ണമായിട്ട് ഇവിടെ നിന്ന് മാറ്റിയതിന് ശേഷം അവിടെ താജ് റിസോർട്ട്സിന് ആ കോളേജ് തന്നെ ഒരു റിസോർട്ടാക്കാൻ വേണ്ടിയിട്ടുള്ള നീക്കമാണ് അന്ന് കെ കരുണാകരന്റെ മന്ത്രിസഭ നടത്തിയത്. അജിനും ഇന്നത്തെ ജോയി MLA, ബി സത്യൻ മുൻ MLA, സുനിൽ സി കുര്യനും, അങ്ങനെ കോളേജിൽ പഠിക്കുന്ന നേതാക്കന്മാരെ മുഴുവൻ പോലീസ് അന്ന് വലിയ ക്രൂരമായിട്ടുള്ള വേട്ടയാടലാണ് നടത്തിയത്. ലാത്തി ചാർജ് മാത്രമല്ല, ടിയർ ഗ്യാസുകൾ പൊട്ടിക്കലും, അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റി കോളേജിലേക്ക് വെടിവെപ്പ് വരെ നടത്തിയിട്ടുള്ള ഒരു സമരമായിരുന്നു യൂണിവേഴ്സിറ്റി കോളേജ് ഇവിടെ നിന്ന് മാറ്റി കാര്യവട്ടത്തേക്ക് കൊണ്ടുപോകുന്ന സമരം എന്ന് പറയുന്നത്. ഞങ്ങളെല്ലാം പോലീസ് കോളേജിൽ നിന്ന് പോയി വീട്ടിലും ഒക്കെ വെച്ചിട്ട് അറസ്റ്റ് ചെയ്ത് നിരവധി ദിവസങ്ങളിൽ ഈ പറയുന്നത് പോലെ തന്നെ ആശുപത്രിക്കകത്ത് കിടക്കുകയും അതിന് ശേഷം കൊണ്ടുപോയി റിമാൻഡ് ചെയ്ത് ജയിലിലേക്കൊക്കെ തന്നെ കൊണ്ടുപോവുകയും ചെയ്തിട്ടുണ്ട്. ക്യാമ്പസിന്റെ ഇടിമുഴക്കത്തിൽ, തെരുവീതികളിലെ പോരാട്ട ചൂളയിൽ അജിന്റെ ഓരോ ചുവടുകളും പ്രതിബദ്ധതയുടെ പ്രഖ്യാപനമായിരുന്നു. കൂടെ പഠിച്ചവർ ഇന്നും ഓർക്കുന്നു. സമരച്ചൂളയിൽ ഒട്ടും പൊതളാതെ ഏറ്റവും മുൻനിരയിൽ ഇടിവാൾ പോലെ അദ്ദേഹം നിലയുറപ്പിച്ച ആ രൂപം. യൂണിവേഴ്സിറ്റി കോളേജ് അവിടുന്ന് ട്രിവാൻഡ്രം സിറ്റിയിൽ നിന്ന് മാറ്റി കാര്യവട്ടത്തോട്ട് മാറ്റുന്നതോടനുബന്ധിച്ച് ഒരുപാട് പേർക്ക് പ്രശ്നങ്ങൾ നേരിടുന്നു. അതിൽ പ്രധാനമായിട്ടും അജിന്, ദീപക്, വേണു എന്നിവർക്ക് പോലീസ് കേസും അതുപോലെ തന്നെ പരീക്ഷ എഴുതാൻ പറ്റാത്ത അവസ്ഥയുണ്ടായിരുന്നു. അജിനെ പരീക്ഷ എഴുതുന്ന അവസരത്തിലാണ് ഒന്ന് പോലീസ് വന്ന് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയത്. അജിന് അന്ന് MAക്ക് പഠിക്കുന്ന കാലമാണ്. പഠിക്കുന്ന സമയത്താണ് പരീക്ഷ എഴുതാൻ പറ്റാത്ത അവസ്ഥയാണ് ഉണ്ടായത്. നീതിക്ക് വേണ്ടി ശബ്ദമുയർത്തിയ ആ നിമിഷം അധികാരത്തിന്റെ ക്രൂരമായ ലാത്തികൾ അദ്ദേഹത്തിന്റെ ശരീരത്തിൽ ആഞ്ഞു വീശി. ആ അടിയേറ്റത് ഒരു വിദ്യാർത്ഥിയുടെ ഉടലിലായിരുന്നില്ല, അത് ചോദ്യം ചെയ്യുന്ന യുവത്വത്തിന്റെ ധാർമ്മിക ബോധത്തിനേറ്റ പ്രഹരമായിരുന്നു. തടവറയുടെ തണുപ്പും ഇരുട്ടും അദ്ദേഹത്തെ തളർത്തിയില്ല. ഓരോ മർദ്ദനവും അദ്ദേഹത്തെ കൂടുതൽ കരുത്തനാക്കുകയായിരുന്നു. ഒരു സമരം നടത്തി, പ്രക്ഷോഭം നടത്തിയതിനെ തുടർന്ന് അജിന്റെ തലയില് ലാത്തി കൊണ്ട് അടിക്കുകയും ഈ പറയുന്നത് പോലെ തന്നെ എത്രയോ നേരം അവിടെ രക്തത്തിൽ കുളിച്ച് അവിടെ കിടക്കുകയും ജീവനുണ്ടോ എന്നുള്ളത് പോലും സംശയമായിരുന്നു എന്നുള്ളതാണ്. പെട്ടെന്ന് ആശുപത്രിയിൽ എത്തിക്കാൻ കഴിഞ്ഞത് കൊണ്ട് മാത്രമാണ് ആ ജീവൻ നിലനിർത്താൻ വേണ്ടിയിട്ട് പറ്റിയത് എന്നുള്ളതാണ്. അതുപോലെ പോലീസ് ലോക്കപ്പിനകത്ത് നടത്തിയിട്ടുള്ള മർദ്ദനം മണിക്കൂറുകളോളം, ഇന്നത്തെ പോലെയല്ല മൊബൈലോ മറ്റു സന്ദേശമോ ഒക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്ന കാലഘട്ടമൊന്നും അല്ലായിരുന്നു. ഇന്ന് പിടിച്ചുകൊണ്ട് പോയി ലോക്കപ്പിനകത്തിട്ട് വലിയ മർദ്ദനം നടത്തുകയും നിരവധി പോലീസ് ഉദ്യോഗസ്ഥർ ചേർന്നിട്ട് ഒരു ദിവസമെല്ലാം പോലീസിന്റെ പിന്നെ സെല്ലിനകത്തിട്ട് പോലീസുകാർ കൈയേറ്റം ചെയ്യുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ അന്ന് നടന്നിട്ടുണ്ട്. പിന്നെ ആശുപത്രിയിലും ജയിലിലും ഒക്കെ ആയിട്ട് ഞങ്ങൾ എത്രയോ ദിവസങ്ങൾ കഴിച്ചു കൂട്ടിയിട്ടുണ്ട്. കഷ്ടതയുടെ ആ കനൽ വഴികൾ താണ്ടിയാണ് അജിൻ എന്ന വ്യക്തിത്വം വാർത്തെടുക്കപ്പെട്ടത്. അതുകൊണ്ടാണ് ഇന്ന് അദ്ദേഹം ജനങ്ങളിലേക്ക് ഇറങ്ങുമ്പോൾ ആ വാക്കുകൾക്ക് വേദനയുടെയും ത്യാഗത്തിന്റെയും ശക്തി കൈവരുന്നത്. ഏതൊരു അധ്യാപകനെ സംബന്ധിച്ചിടത്തോളം പഠിപ്പിച്ച വിദ്യാർത്ഥികൾ ജനസേവനത്തിന് ഇറങ്ങുന്നു എന്നറിയുന്നത് ഏറ്റവും സന്തോഷകരമായിട്ടുള്ള കാര്യമാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പഠിപ്പിച്ച 3 വിദ്യാർത്ഥികൾ, അജിൻ, ദീപക്, വേണു, ഈ 3 പേരും യൂണിവേഴ്സിറ്റി കോളേജിലെ
വിദ്യാർത്ഥികളായിരുന്നു. അവരുമായിട്ട് വളരെ അടുത്ത് ഇടപഴകാൻ എനിക്ക് അവസരമുണ്ടായിട്ടുണ്ട്. കാരണം അവർ കോളേജ് യൂണിയൻ ഭാരവാഹികളായിരുന്നു. ഞാൻ കോളേജ് യൂണിയൻ്റെ സ്റ്റാഫ് അഡ്വൈസറും. അധ്യാപകൻ എന്ന നിലയിൽ ഞാൻ ഏറ്റവും ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യം, ഈ 3 പേരും പൊതുപ്രവർത്തനത്തിൽ, യൂണിയൻ പ്രവർത്തനത്തിൽ കാണിച്ചിട്ടുള്ള ശുഷ്കാന്തി, അതോടൊപ്പം തന്നെ അവർ ക്ലാസ് മുറികളിൽ നല്ല വിദ്യാർത്ഥികളായിരുന്നു എന്നുള്ള സത്യവും എന്നുള്ള കാര്യവും എന്നെ അങ്ങേയറ്റം ആകർഷിച്ചിട്ടുള്ളതാണ്. 2005 മുതൽ 2010 വരെയുള്ള ആ 5 വർഷങ്ങൾ തൃക്കണ്ണാപുരം വാർഡ് അന്ന് ദർശിച്ചത് ഇന്ന് വരെ കാണാത്ത ഏറ്റവും വലിയ ജനകീയ പ്രകടനമായിരുന്നു. അടുക്കളയിലെ 4 ചുവരുകൾക്കുള്ളിൽ ഒതുങ്ങിപ്പോയ സഹോദരിമാരെയും അമ്മമാരെയും അദ്ദേഹം വെളിച്ചത്തേക്ക് കൊണ്ടുവന്നു. സ്വപ്നങ്ങൾ മറന്നുപോയ ആ ജീവിതങ്ങൾക്ക് കുടുംബശ്രീയുടെ ശക്തിമന്ത്രം ചൊല്ലിക്കൊടുത്തു. അയൽക്കൂട്ടങ്ങളിലൂടെ അവർ ഒന്നിച്ചു നിന്നു. സാമ്പത്തിക സ്വാതന്ത്ര്യത്തിന്റെയും സാമൂഹിക പങ്കാളിത്തത്തിന്റെയും പുതിയ യുഗം അവർ തൃക്കണ്ണാപുരത്ത് രചിച്ചു. അന്ന് തെളിഞ്ഞത് കേവലം വാർഡിന്റെ ശക്തിയായിരുന്നില്ല, സ്ത്രീശക്തിയുടെ അചഞ്ചലമായ പ്രവാഹമായിരുന്നു. അജിൻ എന്ന ജനനായകൻ തൃക്കണ്ണാപുരം മണ്ണിന് സമ്മാനിച്ച ഏറ്റവും വലിയ വിപ്ലവം ഈ സാമൂഹിക ഉണർവായിരുന്നു. വാർഡിന്റെ മുക്കിലും മൂലയിലും അദ്ദേഹത്തിന്റെ കയ്യൊപ്പ് പതിഞ്ഞു. അവഗണിക്കപ്പെട്ട പദ്ധതികൾക്ക് അദ്ദേഹം ജീവൻ നൽകി. സാധാരണ ജനങ്ങളുടെ സ്വപ്നങ്ങൾക്ക് ചെറുകുകൾ മുളച്ചു. അദ്ദേഹം ഒരു നേതാവായിരുന്നില്ല, പാവപ്പെട്ടവരുടെ സ്വന്തം കുടുംബാംഗമായിരുന്നു. ഒരു കൂടപ്പുറപ്പിനെ പോലെ അജിന്റെ രാഷ്ട്രീയം ജാതിയുടെയും മതത്തിന്റെയും കൊടിയുടെയും നിറം നോക്കാത്ത മാനുഷികതയുടെ രാഷ്ട്രീയമായിരുന്നു. അവിടെ ഉണ്ടായിരുന്നത് സമഭാവനയുടെ ഭരണമായിരുന്നു. വേർതിരിവുകളില്ലാതെ എല്ലാവരെയും ഒരേ മനസ്സോടെ ചേർത്ത് പിടിച്ചുകൊണ്ട് അദ്ദേഹം ഒരു ജനകീയ പ്രവാഹമായി മുന്നേറി. ഞാൻ 5 വർഷമാണ് ഈ കൗൺസിലറുടെ കൂടെ നടക്കുന്നത്. എനിക്കറിയാം, ഒന്നിനും ആർക്കും ഒരു പരാതിയും പറയാനില്ല. പിന്നെ ഞങ്ങൾക്ക് വീട് വെച്ച് തന്ന് പൈപ്പിട്ട് തന്ന് വളരെ സഹായങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇവിടങ്ങളിൽ വെറും ഓല വെച്ചാണ് ആളുകൾ മടങ്ങി കിടന്ന്, ഓല കെട്ടാൻ നിവർത്തിയില്ലാതെ അങ്ങനെ ഒടിഞ്ഞ് എല്ലാം പടഞ്ഞു കിടന്നത്. അപ്പോഴേക്കും പാറ്റിൽ വന്നതിന് ശേഷം വെച്ച് അവർക്കൊക്കെ വലിയ ടെറസ് വീടുകളെല്ലാം വെച്ച് കൊടുത്ത് ഇവിടെ നിന്ന് അങ്ങറ്റം വരെ ഓടകൾ നടന്നു പോകാൻ ഗതിയില്ലാതെ ലൈറ്റുകൾ ഓടകൾ കെട്ടിക്കൊടുത്ത്, എല്ലാവർക്കും വെള്ളങ്ങളില്ലാതെ പൈപ്പ് കണക്ഷനുകൾ എല്ലാവർക്കും കൊടുത്ത്, സാമ്പത്തികമായിട്ടും വീടില്ലാത്തവരെ കാര്യത്തിലൊക്കെ മുന്നിലിറങ്ങി എല്ലാ കാര്യത്തിനും നമ്മോടൊപ്പം തന്നെ, നമ്മുടെ ഒരു ജ്യേഷ്ഠനെന്നോ അനിയനെന്നുള്ള രീതിയിൽ ഒരു വ്യത്യാസമില്ലാതെ പാർട്ടിയിലെ ഭേദമില്ലാതെ സഹകരിക്കുകയും എല്ലാ കാര്യത്തിനും ഒത്തൊരുമയായിട്ട് കൂട്ടായ്മയിൽ എന്ത് കാര്യത്തിലും മുന്നിൽ വരിക. ഭരണരംഗത്ത് അദ്ദേഹം കൈവരിച്ച നേട്ടങ്ങൾ തൃക്കണ്ണാപുരത്തിന്റെ ചരിത്രത്തിൽ മായാതെ നിൽക്കുന്നു. ആ സേവനത്തിന്റെ മകുടമായി അജിൻ മികച്ച കൗൺസിലർമാരിൽ ഒരാളായി തിരഞ്ഞെടുക്കപ്പെട്ടു. എന്നാൽ ആ അംഗീകാരത്തിന് ഒരു പ്രത്യേക മാനം കൂടിയുണ്ടായിരുന്നു. രാഷ്ട്രീയപരമായ അഭിപ്രായ വ്യത്യാസങ്ങളുടെ മതിലുകൾക്കപ്പുറം അദ്ദേഹത്തിന്റെ ആത്മാർത്ഥതയുടെയും സമർപ്പണത്തിന്റെയും മുന്നിൽ തന്റെ രാഷ്ട്രീയ എതിരാളികൾ പോലും മനസ്സുകൊണ്ട് അംഗീകരിക്കുന്ന ഒരു ജനകീയ നേതാവായി അജിൻ മാറി. അദ്ദേഹത്തിന്റെ നയങ്ങൾക്കെതിരെ വാദിച്ചവർ പോലും വ്യക്തിപരമായ സത്യസന്ധതയ്ക്കും പ്രവർത്തന മികവിനും മുന്നിൽ ശിരസ്സു നമിച്ചു. അതിനെ കുറിച്ച് പറയുമ്പോൾ ഒരുപാട് ഓർമ്മകളാണ്. എല്ലാ ദിവസവും വൈകുന്നേരവും നമ്മൾ ഒന്നിച്ചിരുന്ന് കലയെക്കുറിച്ചും രാഷ്ട്രീയത്തെക്കുറിച്ചും ഒരുപാട് സംവാദങ്ങളും ഒക്കെ ഉണ്ടാകുന്ന ഒരു സൗഹൃദം. ഏറ്റവും കൂടുതൽ ഞാൻ ഓർക്കുന്നത് നാടകം. അതിനൊരു കലാകാരനും കൂടെയാണ്. ഞങ്ങൾ ഒന്നിച്ചായിരുന്നു നാടക പ്രവർത്തനവും ആരംഭിച്ചിരുന്നത്. യൂണിവേഴ്സിറ്റി കോളേജിലെ സെന്റിനറി ഹാളും VJT ഹാളും എല്ലാം നമ്മളെ സംബന്ധിച്ചോളം നാടകവേദികളായിരുന്നു. നാടകത്തെക്കുറിച്ചുള്ള ചർച്ച ഒരുപാട് സജീവമായിരുന്നു അജിനൊക്കെ അക്കാര്യത്തിലെല്ലാം. അതിൽ നിന്നെല്ലാം ഉപരി ഒരു നല്ലൊരു മനുഷ്യനും നല്ലൊരു സുഹൃത്തും. ഇന്നും വർഷം 35-40 ഇപ്പോഴും ആ സൗഹൃദം കാത്തു സൂക്ഷിക്കാൻ കഴിയുന്ന ഒരു നല്ല പ്രവർത്തകൻ. അതുകൂടാതെ തന്നെയാണ് രാഷ്ട്രീയപരമായിട്ടുള്ള പ്രവർത്തനവും. അജിൻ വഹിക്കാത്ത സ്ഥാനങ്ങളില്ല. ഒരുപെട്ട എല്ലാ സ്ഥാനങ്ങളും കലാലയ ജീവിതത്തിൽ അജിൻ വഹിച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ ഞാൻ എടുത്തു പറയുന്നത് ചെയർമാനായിരുന്ന ഒരു കാലഘട്ടമുണ്ട്. ആ സമയം എല്ലാ സ്ഥലങ്ങളിലും എല്ലാവരുടെയും ക്ഷേമം അന്വേഷിക്കുന്നതിന് വേണ്ടി എപ്പോഴും പോകുന്നത്, വീടുകളിൽ എൻ്റെ വീട്ടിൻ്റെ പാല് കാച്ചുപോലെ ഇന്നും ഞാൻ ഓർക്കുന്നു.
1990-91 അജിനൊക്കെ അജിന്റെ സാന്നിധ്യം വളരെയധികം ശ്രദ്ധിക്കപ്പെട്ടതാണ്. എല്ലാ കാര്യത്തിലും നമ്മളോടൊപ്പം നിൽക്കുന്ന. അത് കഴിഞ്ഞ് എൻ്റെ ഒരുപാട് സുഹൃത്തുക്കൾ ഇന്നിപ്പോ തൃക്കണ്ണാപുരത്ത് താമസിക്കുന്നുണ്ട്. അവരെല്ലാം പറയാറുണ്ട് അവരുടെ എന്ത് കാര്യത്തിനും മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു സൗഹൃദമാണ്. എനിക്ക് തോന്നുന്നില്ല രാഷ്ട്രീയം അജിനെ ഒരു സ്ഥലത്തേക്ക് പിടിച്ചു നിർത്താൻ കഴിയുമെന്ന്. എല്ലാ രാഷ്ട്രീയ പ്രവർത്തകരും അജിനു വേണ്ടി വോട്ട് ചെയ്യുമെന്നും പ്രവർത്തിക്കുമെന്നും എനിക്ക് ഉറപ്പാണ്. ഇത് കേവലം ഒരു പദവിയല്ല, സത്യസന്ധതയും ത്യാഗവും ഭരണശേഷിയും ഒന്നിക്കുമ്പോൾ ലഭിക്കുന്ന എതിരില്ലാത്ത ജനസമ്മതിയുടെ മുദ്രയാണിത്. കഴിഞ്ഞ 10 വർഷക്കാലം ഈ വാർഡിൽ അധികാരത്തിന്റെ മറുപക്ഷം തേർവാഴ്ച നടത്തി സ്തംഭിച്ചു പോയ വികസനത്തിന്റെ ശീതകാലം, നിശ്ചലമായ ജനജീവിതത്തിന്റെ ദീർഘരാത്രി, ആ നഷ്ടപ്പെട്ട 10 വർഷങ്ങളെ തിരിച്ചു പിടിക്കാൻ, ഈ മണ്ണിൽ നീതിയുടെ സൂര്യോദയം വീണ്ടും കൊണ്ടുവരാൻ പാർട്ടി നേതൃത്വം ഒരേ സ്വരത്തിൽ ഒരേ മനസ്സോടെ വിളിച്ച പേര് ഒന്നുമാത്രം. ഇവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രതിനിധിയായി മത്സരിക്കുന്നത് സഖാവ് അജിനാണ്. അജിന് ഒരു പരിചയപ്പെടുത്തലിന്റെ ഒരു മുഖവരയുടെ ആവശ്യമില്ലാത്ത രാഷ്ട്രീയ ബോധകനാണ്. കേരളത്തിന്റെ പ്രക്ഷോഭങ്ങളുടെയും പോരാട്ടങ്ങളുടെയും സമരേതിഹാസങ്ങൾ ഉറങ്ങുന്ന, കേരളത്തിന്റെ രാഷ്ട്രീയ മാറ്റങ്ങൾക്ക് തുടക്കം കുറിക്കുന്ന ഉജ്ജ്വലമായ വിദ്യാർത്ഥി യുവജന പോരാട്ടങ്ങളുടെ സമരഭൂമിയായ തലസ്ഥാന നഗരിയിൽ വ്യാജ സർട്ടിഫിക്കറ്റുമായി BC ആകാനെത്തിയ വിളനിലത്തിൽ തുടങ്ങി ഈ കേരളത്തിന്റെ തലസ്ഥാന നഗരിയിലാകെ ചോരയും ചോറ്റുപാത്രവും ചിതറി വീണ ഉജ്ജ്വലമായ വിദ്യാർത്ഥി യുവജന പോരാട്ടങ്ങളുടെ പ്രക്ഷോഭങ്ങളുടെ സമരമുഖങ്ങളിൽ ഒരു ഉഷ്ണം കൊടുങ്കാറ്റായി ജ്വലിച്ചു നിന്ന ഉജ്ജ്വലനായ പോരാളിയായിരുന്നു സഖാവ് അജിൻ. ആ വിദ്യാർത്ഥി സംഘടനയുടെ സമരമുഖത്ത് വെച്ച് പരിചയപ്പെട്ട അന്നത്തെ അജിൻ കേരളത്തിലെ സമരമുഖങ്ങളിലെ ഏറ്റവും ഉജ്ജ്വലനായ പോരാളി. യൂണിവേഴ്സിറ്റി കോളേജിൽ നിന്ന് വിദ്യാർത്ഥി രാഷ്ട്രീയ പ്രവർത്തനത്തിൽ നിന്ന് ഇറങ്ങി പിന്നീട് യുവജന സംഘടനാ പ്രവർത്തനത്തിലും പൊതുരാഷ്ട്രീയ പ്രവർത്തനത്തിലും ഇറങ്ങി വന്ന സഖാവ് അജിൻ ഈ നാടറിയുന്ന, നാട്ടുകാരറിയുന്ന, ഇനിയൊരു പരിചയപ്പെടുത്തലിന്റെ മുഖവരയുടെ ആവശ്യമില്ലാത്ത, നാട്യങ്ങളില്ലാത്ത ഈ നാട്ടുകാരൻ, വിനയം നിറമാല ചാർത്തിയ ലാളിത്യത്തിന്റെ പ്രതീകമായ ചെറുപ്പക്കാരൻ. എന്താണ് ഒരു കൗൺസിലറുടെ സാന്നിധ്യമെന്ന് ഈ നാട് തിരിച്ചറിഞ്ഞത് അജിന്റെ 5 വർഷക്കാലത്തെ കൗൺസിലർഷിപ്പിലൂടെയാണ്. നടപടികളും ഊടുവഴികളുമെല്ലാം രാജപാതകൾ പോലെയുള്ള റോഡുണ്ടാക്കി നിരവധി കേസുകൾ, തർക്കങ്ങൾ, സംഘർഷങ്ങൾ ഉണ്ടായപ്പോഴും നാടിന്റെ വികസനത്തിന് നിർഭയമായി നേതൃത്വം കൊടുത്ത വികസനത്തിന്റെ തേരാളി സഖാവ് അജിൻ. അധ്വാനിക്കുന്നവരുടെയും പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെയും സാധാരണക്കാരുടെയും പക്ഷത്ത് അവരുടെ വേദനകളിൽ അവരോടൊപ്പം ഓടി നിന്ന് അവരിലൊരാളായി നിന്ന സഖാവ് അജിനെയാണ് ഇടതുപക്ഷം ഈ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയായി മത്സരിപ്പിക്കുന്നത്. തൃക്കണ്ണാപുരത്തിന്റെ വികസന ശില്പി, വികസന വെജ്ജിതലിമിടത്താലം, വികസന വിസ്മയം, കുടുംബശ്രീ പ്രസ്ഥാനങ്ങൾക്ക് പുതുജീവൻ നൽകി, കലാമേളകൾക്ക് നേതൃത്വം നൽകി, അടിസ്ഥാന വികസനത്തിനടിത്തറേകി മികച്ച കൗൺസിലറായി അജിനെ വാഴ്ത്തി. പഴയൊരു ചരിത്രമുണ്ട് അജിയെന്ന സഖാവിൻ. പോരാട്ടത്തിന്റെ തീഷ്ണതയെറിഞ്ഞ, ഭരണത്തിന്റെ ഉൾക്കാം പറഞ്ഞ, ആദർശത്തിന്റെ മകുടം ചൂടിയ അജിൻ. വാർഡിൽ അവിടെ മത്സരിക്കുന്നത് അജിനാണ്. SFIയുടെ കരുത്തനായ നേതാവായിരുന്നു. തിരുവനന്തപുരം നഗരത്തിലെ അറിയപ്പെടുന്ന SFIയുടെ പ്രവർത്തകനായിരുന്നു. വിദ്യാഭ്യാസം പൂർത്തീകരിച്ച ശേഷം നാട്ടിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിന്റെയും യുവജന പ്രസ്ഥാനത്തിന്റെ നേതാവായി ജനങ്ങളുടെ ആകെ തന്നെ അംഗീകാരം പിടിച്ചുപറ്റിയിട്ടുള്ള വ്യക്തിത്വത്തിന്റെ ഉടമയാണ്. ഏത് ഒരു കാര്യത്തിലും, ഏത് സാധാരണക്കാരന്റെ പ്രശ്നത്തിലും ഇടപെടുകയും അതിന് പരിഹാരം കാണുകയും ഇപ്പോഴും ഒരു താങ്ങും തണലുമായി നിൽക്കുന്ന സഖാവാണ്, സുഹൃത്താണ്, അനുജനാണ് സഖാവ് അജിൻ എന്ന് പറയുന്നത്. തീർച്ചയായും അജിനോടെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നുണ്ട്. അജിന്റെ ചിഹ്നം അനിവാൾ ചിട്ടിയ നക്ഷത്രമാണ്. അജിനെ വിജയിപ്പിക്കണമെന്ന് ഞാൻ വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. അജിൻ വിജയിച്ചാൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഒന്നാമത്തെ ഒരു അവസരം കൂടി ഗവൺമെന്റിന് കിട്ടുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ആ ഗവൺമെന്റിന്റെ കൂടി സഹായത്തോടു കൂടി കൂടുതൽ വികസന പ്രവർത്തനങ്ങൾ ആ വാർഡ് നടത്തുന്നതിന് വേണ്ടി കഴിയുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഈ വാർഡിന്റെ അഭിമാനം തിരിച്ചു പിടിക്കാനുള്ള നിയോഗം 10 വർഷത്തെ നിഴൽ ഭരണത്തെ പിഴുതെറിയാൻ പരീക്ഷാ ഹാളിന് പകരം ജയിലറുകളിൽ കിടന്ന ആ വിപ്ലവകാരി ചെങ്കൊടിയേന്തി മുന്നോട്ട് വന്നിരിക്കുന്നു. ജ്യേഷ്ഠ സഹോദരൻ എന്നുള്ളത് വലിയൊരു കാര്യം എപ്പോഴും എന്നോടുണ്ടായിരുന്നു.
എന്നോടുണ്ടായിരുന്നു എന്ന് പറയുന്നതിനേക്കാളേറെ കുട്ടികൾ എല്ലാവരുമായിട്ടും അങ്ങനെ ഒരു ബന്ധം അജിനുണ്ടായിരുന്നു. അജിൻ മികച്ച സംഘാടകനായിരുന്നു. യൂണിവേഴ്സിറ്റി കോളേജിൽ അത്ര കുട്ടികൾക്കും അജിനെ അറിയാമായിരുന്നു എന്നുള്ളതാണ് മറ്റൊരു കാര്യം. എന്തായാലും ഇപ്പോൾ തൃക്കണ്ണാപുരം അവാർഡിൽ മത്സരിക്കുന്നു എന്നറിയുന്നതിൽ വളരെയേറെ സന്തോഷമുണ്ട്. എൻ്റെ സുഹൃത്ത് അവിടെ വിജയിച്ചേർത്ത് എന്ന് ഞാൻ ആശംസിക്കുന്നു. വോട്ട് വെറും അവകാശമല്ല, അതൊരു ചരിത്രപരമായ തിരിച്ചുവരവാണ്. ഈ തൃക്കണ്ണാപുരം വാർഡ് അദ്ദേഹത്തിന് കേവലം ഒരു മത്സര വേദിയല്ല, ഇത് അധികാരത്തിലേക്ക് കയറാനുള്ള പടവുമല്ല. ഇതൊരു പോരാട്ട ഭൂമിയാണ്. 10 വർഷത്തെ നിഴൽ ഭരണത്തെ തകർത്തെറിയാനുള്ള അവസാന വിധി നിർണയമാണ്. തൃക്കണ്ണാപുരത്തെ ജനതയ്ക്ക് വേണ്ടി അവസാന ശ്വാസം വരെ നിലകൊള്ളാനുള്ള പ്രതിജ്ഞയാണ് അജിന്റെ രാഷ്ട്രീയം. ഇന്നലകൾ അദ്ദേഹത്തിന് സമ്മാനിച്ച ഓരോ പോലീസ് മുറിവും ഓരോ ജയിൽവാസ രാത്രികളും വെറുതെയായിരുന്നില്ല. ആ വേദനയുടെയും ത്യാഗത്തിന്റെയും ശക്തി തൃക്കണ്ണാപുരത്തെ നാളെയെ നിർമ്മിക്കാനുള്ള ഊർജമായി, കനലെരിയുന്ന അഗ്നിയായി അദ്ദേഹത്തിന്റെ നെഞ്ചിൽ ഇന്നും ജ്വലിക്കുകയാണ്. 90കളുടെ ആദ്യ കാലഘട്ടം അല്ലെങ്കിൽ ആദ്യ പാദം എന്ന് പറയുന്നത് SFIക്കാരുടെ ഉശിരൻ സമര കാലഘട്ടം കൂടിയാണ്. നിരവധി പ്രാവശ്യമാണ് വേണുഗോപാൽ, SP ദീപക്, അതുപോലെ അജിൻ പോലീസുകാരുടെ മർദ്ദനമുറയ്ക്ക് ഇരയായിട്ടുള്ളതും അതുപോലെ തന്നെ ജയിൽവാസം അനുഭവിച്ചിട്ടുള്ളതും. നിരവധി കള്ളക്കേസുകളാണ് ഈ 3 നേതാക്കളുടെ പേരിലും അന്നത്തെ പോലീസ് ചാർജ് ചെയ്തതും ക്ലാസ്സിൽ കയറാൻ പറ്റാത്ത അവസ്ഥയിൽ ഇവരെയൊക്കെ ജയിലിലാക്കിയതും. അന്നത്തെ രണശൂരന്മാരായ വിദ്യാർത്ഥികളാണ് ഇന്ന് നമ്മെ കോർപ്പറേഷനിൽ കൗൺസിലർമാരായി നയിക്കാൻ എത്തുന്നത് എന്നത് ഏറ്റവും സന്തോഷകരമായ കാര്യമാണ്. തളരാത്ത ആ മനസ്സിന്റെ, ഒടുങ്ങാത്ത ആദർശങ്ങളുടെ, മായം ചേർക്കാത്ത ആ രാഷ്ട്രീയ ബോധത്തിന്റെ തീവ്രമായ പര്യായമാണ് അജിൻ. വേദനയുടെ തീച്ചൂളയിൽ വാർത്തെടുത്ത ഈ നേതാവിനെയാണ് നമ്മുടെ വാർഡിന് ഇന്ന് ആവശ്യം. ഈ വാർഡിനൊരു വെളിച്ചം വേണം. പോരാട്ടത്തിന്റെ ചൂടുള്ള, അനുഭവങ്ങളുടെ കരുത്തുള്ള ഒരു പ്രതിനിധി. നിങ്ങൾ കേട്ടറിയുക, കണ്ടറിയുക ഈ അഗ്നിജ്വാലയെ. അനുഭവത്തിന്റെ കരുത്തും പോരാട്ടത്തിന്റെ വീര്യവും ഒത്തുചേർന്ന ഈ ശക്തിക്ക് വേണ്ടി ഈ തൃക്കണ്ണാപുരം ഒന്നിക്കട്ടെ. ജനതയുടെ ഹൃദയത്തിൽ പോരാട്ട ചൂളയിലെറിയുന്ന തീനാളം. വികസന നായകൻ വഴികാട്ടും പ്രകാശം. അജിന്റെ ശബ്ദം. പുരാതന ഓർമ്മകൾ ചിറകടിക്കട്ടെ. അജിന്റെ ശബ്ദം നമ്മെ മുന്നോട്ട് നയിക്കട്ടെ അതിവേഗം. അജിന്റെ ശബ്ദം. അരിവാൾ അത് സമരം, ചുറ്റിക അത് ഉയർത്തെഴുന്നേൽപ്പ്. നക്ഷത്രമോ അത് പ്രകാശം, ഇരുട്ടിനെ മാറ്റുന്ന വെളിച്ചം. ഒന്നിച്ചു ചേർന്നി ചിഹ്നത്തിൽ നാം മുദ്ര കുത്തുമ്പോൾ അജിനുറപ്പിക്കും വിജയം. വാർഡ് നമ്മുടെ സ്വന്തമാകും. വേർതിരിവുകൾ വേണ്ട, മറുപാർട്ടികൾക്ക് മറുപടി വേണ്ട. വികസനം മാത്രം ലക്ഷ്യം, മുന്നോട്ടുള്ള കുതിപ്പിന് തടസ്സമില്ല. നിങ്ങൾക്കു വേണ്ടി വാർഡിൻ നന്മയ്ക്കായി ശബ്ദമുയർത്താം.